Hello, welcome back to Aegis International Academy. Hi, Jasna, and welcome to our German language course. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ടോപ്പിക് ആണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ. ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ്. നോമിനാറ്റീവ് കേസിലെ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ? ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ എന്നാൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ്. ഓക്കെ, എന്താണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ? ഇംഗ്ലീഷിൽ ദ ഇല്ലേ, ദ, ആ സെയിം പ്രയോഗമാണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിളിനുള്ളത്. ദ മെൻ, ദി വുമൺ എന്ന് നമ്മൾ പറയത്തില്ലേ, ആ സെയിം ഉപയോഗമാണ് ഇവിടെ ബെസ്റ്റിംറ്റ ആർട്ടിക്കിളിന് ഉള്ളത്. ജർമ്മൻ ഭാഷയിലെ ഒരു പ്രത്യേകത എന്തെന്നാൽ എല്ലാ നൗണുകൾക്കും ഓരോ ജെൻഡർ ഉണ്ട്. സോ ഓരോ ജെൻഡറിനനുസരിച്ചിട്ട് ഓരോ ബെസ്റ്റിംറ്റ ആർട്ടിക്കിളും ഉണ്ട്. ജെൻഡർ ഏതൊക്കെയാണ്? മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ. ഓക്കെ, പിന്നെ നമ്പർ അനുസരിച്ചിട്ട് പ്ലൂറാൽ ആണെങ്കിൽ അതിനുമുണ്ട്. സോ ഈ ഓരോ ജെൻഡറുകൾക്കും പ്ലൂറാലിനും ഓരോ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഉണ്ട്. സോ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. ഓക്കെ, നമ്മൾ എപ്പോഴാണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നത്? ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ബെനുട്സ് മാൻ വെൻ eine Person oder Sache bekannt ist. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വസ്തു. ഓക്കെ, പേഴ്സൺ നമുക്കറിയാം, പേഴ്സൺ. സാഹെ മീൻസ് തിങ്, വസ്തു. ഇതിനെ നമുക്ക് നേരത്തെ അറിയാമെങ്കിലോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പേഴ്സണിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഉപയോഗിക്കും. ഓക്കെ, മനസ്സിലായോ? ഓൾറെഡി നോൺ ആണ്, നമുക്ക് നേരത്തെ അറിയാം. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ. സോ നമുക്ക് ഓരോ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഒന്ന് നോക്കിയാലോ. ഓക്കെ, മാസ്കുലിൻ നമ്മൾ പറഞ്ഞു, ജെൻഡർ ഏതാണ്? ഫസ്റ്റ് ജെൻഡർ മാസ്കുലിൻ. സോ മാസ്കുലിൻ എങ്ങനെയാണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ വരുന്നത്? മാസ്കുലിന്റെ ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ആണ് ദർ, ദർ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഒരു ബൈസ്പിൽ. ദർ മൻ, ദർ മൻ. മൻ എന്നാൽ മാൻ എന്നാണ്. സോ മാൻ മാസ്കുലിൻ ആണ്, അതുകൊണ്ട് അതിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദർ, ദർ മൻ. ഓക്കെ, അടുത്തത് ദി. ദി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫെമിനിൻ. ഫെമിനിൻ ജെൻഡറിനാണ് നമ്മൾ ദി യൂസ് ചെയ്യുന്നത്. സോ ഫെമിനിൻ ജെൻഡറിന് ഏതാണ് ആർട്ടിക്കിൾ? ദി. ഓക്കെ, സോ ദി ഫ്രൗ, ദി ഫ്രൗ. ഫ്രൗ മീൻസ് വുമൺ. ഓക്കെ, സോ അതിന്റെ ജെൻഡർ എന്താണ്? ഫെമിനിൻ ആണ്. ദി ഫ്രൗ. നെക്സ്റ്റ് നോയ്ട്രം. നോയ്ട്രം, നോയ്ട്രം മീൻസ് ന്യൂട്രൽ. സോ ന്യൂട്രൽ അല്ലെങ്കിൽ നോയ്ട്രത്തിന്റെ ആർട്ടിക്കിൾ ഏതാണ്? ദസ്, ദസ്. ദസ് ആണ് അവിടെ ആർട്ടിക്കിൾ ആയിട്ട് വരുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ദസ് കിൻഡ്, ദസ് കിൻഡ്. ദസ് കിൻഡ് എന്നാൽ ചൈൽഡ്, ഒറ്റ ചൈൽഡേ ഉള്ളൂ, അതുകൊണ്ടാണ് ദസ് കിൻഡ്. സിംഗുലർ ആണ്, ദസ് കിൻഡ് ആണ്. അതിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദസ് ആണ്. ന്യൂട്രൽ ആണ് അവിടുത്തെ ജെൻഡർ, ദസ് കിൻഡ്. ഓക്കെ, നമുക്ക് അടുത്തത് പ്ലൂറാൽ നോക്കിയാലോ. പ്ലൂറാലിന്റെയും ആർട്ടിക്കിൾ വരുന്നത് ദി ആണ്. ദി നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഫെമിനിന്റെ ആർട്ടിക്കിൾ ആയിരുന്നു ദി. സോ ആ സെയിം ആർട്ടിക്കിൾ ആണ് ഇവിടെ പ്ലൂറാലിനും വരുന്നത്. ദി തന്നെയാണ് ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ പ്ലൂറാൽ. ഓക്കെ, നോമിനാറ്റീവ് കേസിലാണ് നമ്മൾ ഈ പറയുന്നത്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം, ബൈസ്പിൽ നോക്കാം. ദി കിൻഡർ, ദി കിൻഡർ. കിൻഡർ എന്നാൽ പ്ലൂറാൽ ആണ്, ചിൽഡ്രൻ, ചിൽഡ്രൻ. കിൻഡർ പ്ലൂറാൽ അല്ല, സിംഗുലർ ആണ്, ചൈൽഡ്. ഓക്കെ, സോ കിൻഡർ എന്നുള്ളത് പ്ലൂറാൽ ആണ്, അതുകൊണ്ട് അതിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദി, ദി. ദി എന്ന് വെച്ചാൽ പ്ലൂറാൽ ആണ്. ഓക്കെ, സോ മനസ്സിലായോ? ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ബെസ്റ്റിംറ്റ ആർട്ടിക്കിൾ ഇൻ നോമിനാറ്റീവ്. നമ്മളിപ്പോ പറയുന്നത് നോമിനാറ്റീവ് കേസിൽ മാത്രം കാര്യമാണ്. നോമിനാറ്റീവ് കേസിൽ മാസ്കുലിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദർ. ഫെമിനിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദി. നോയ്ട്രം ആർട്ടിക്കിൾ എന്താണ്? ദസ്. പ്ലൂറാൽ ആണെങ്കിലോ ദി. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ബൈസ്പിൽ നോക്കാം. ദർ മൻ ഈസ്റ്റ് നെറ്റ്, ദർ മൻ ഈസ്റ്റ് നെറ്റ്. ഓക്കെ, അവിടെ സ്പെസിഫൈ ചെയ്താണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, ആ മാനിനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. സോ ദർ മൻ ഈസ്റ്റ് നെറ്റ്. ദ മാൻ ഈസ് നൈസ്. നെറ്റ് എന്നാൽ നൈസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ദർ മൻ ഈസ്റ്റ് നെറ്റ്. നെക്സ്റ്റ് നോക്കാം.
Die Frau arbeitet. Die Frau arbeitet. Die Frau, അപ്പൊ ഏതാണ് ആർട്ടിക്കിൾ? ദി ആണ് അവിടെ ആർട്ടിക്കിൾ. ഏത് ജെൻഡർ ആണ്? ഫെമിനിൻ ജെൻഡർ ആണ് അല്ലെ? സോ ദി ഫ്രൗ arbeitet. സ്പെസിഫിക് ആയിട്ട് പറയാണ് ദി ഫ്രൗ. ഓക്കെ, ഒരു ഫ്രൗവിനെ കുറിച്ച് നമ്മൾ സ്പെസിഫിക് ആയിട്ടാണ് അവിടെ പറയുന്നത്, നമുക്ക് ഓൾറെഡി നോൺ ആണ്. സോ ദി ഫ്രൗ arbeitet മീൻസ് ദി വുമൺ വർക്ക്സ്. അടുത്തത് das Kind spielt. Das Kind spielt. സോ ഏത് ആർട്ടിക്കിൾ ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? das Kind എന്നാണ് നോമൻ. സോ das Kind spielt. The child plays എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണ്. നെക്സ്റ്റ് വൺ, die Kinder lernen Deutsch. Die Kinder lernen Deutsch. സോ അവിടുത്തെ ആർട്ടിക്കിൾ ഏതാണ്? ദി. എന്ത് ദി ആണ് വന്നിരിക്കുന്നത്? പ്ലൂറാൽ ദി ആണ്. കിൻഡർ എന്നാണല്ലേ? കിൻഡർ മീൻസ് പ്ലൂറാൽ ആണ്, ചിൽഡ്രൻ. ഓക്കെ, സോ ദി കിൻഡർ ലേൺ ഡോച്ച്. ദി ചിൽഡ്രൻ ലേൺസ് ജർമ്മൻ. സ്പെസിഫൈ ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണമെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ ഒരു വസ്തു ആണെങ്കിലോ നമ്മൾ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ. സോ ഇത് നമ്മൾ നോമിനാറ്റീവ് കേസിലുള്ള ആർട്ടിക്കിൾ ആണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ കേസുകൾക്കും നോമിനാറ്റീവ് ഉണ്ട്, അക്വസാറ്റീവ് ഉണ്ട്, ഡാറ്റീവ് ഉണ്ട്, ഗണറ്റീവ് ഉണ്ട്. ഇങ്ങനെ ഓരോ കേസുകൾക്കും ഓരോ ആർട്ടിക്കിൾ ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് നോമിനാറ്റീവ് കേസിലെയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉൻ ബെസ്റ്റിംഡ് ആർട്ടിക്കിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ danke.